ഹലോ ഡിയേഴ്സ്, നമസ്കാരം. വെറൈറ്റി റെസിപ്പീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഡാർക്ക് സോയ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് ചില്ലി സോസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്കുണ്ടാക്കാം. ഇത് കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. പിന്നെ ഈ സോസിൻ്റെ കൂടെ സോസേജും കൂടി ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. പിള്ളേരൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. വളരെ ഡിലൈറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിലേക്ക് അത്യാവശ്യം വേണ്ടുന്നത് ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് അണിയൻ വേണം, ഒരു പച്ചമുളക്, ഒരു ടീസ്പൂൺ ചോപ്ഡ് ജിഞ്ചർ, ഗാർലിക് വേണം, ഒരു വളരെ കുറച്ച് ഒരു അര ടീസ്പൂൺ ചോപ്പ് ചെയ്ത ജിഞ്ചർ, ഒരു വലിയ സവാള, പിന്നെ ഒരു 2 സോസേജ് വേണം. കൂടുതലെടുത്താലും നല്ലതാണ്. വൈറ്റ് സോസേജാണ് എനിക്ക് കിട്ടിയത്. ചിക്കൻ സോസേജാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ പിങ്ക് കളറിലേയും കിട്ടും. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കിട്ടുന്നത് വാങ്ങിക്കുക. പിന്നെ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ്, ഡാർക്ക് സോസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസ്, ചില്ലിയും കൂടി ചേർന്നിട്ടുള്ള ടൊമാറ്റോ സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ടൊമാറ്റോ ചില്ലി സോസ്. പിന്നെ ചില്ലി സോസ് തനിച്ചും ഞാൻ ചേർക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസ് തന്നെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർത്ത് കൊടുക്കുക. ഗാർലിക് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ടാവണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ 1 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത സവാളയുടെ ഒരു 1/4 ഭാഗം, അതായത് 1/4 ഭാഗം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ടല്ല, കുറച്ച് വലുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ചേർക്കാം. ഞാൻ ഈ സോസേജ് നല്ല വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലേക്ക് 2 മിനിറ്റ് ഡിപ്പ് ചെയ്തിട്ടതിന് ശേഷം എടുത്തതാണ് കേട്ടോ ഇത്. എന്നിട്ടാണിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ സോസേജ് ഒന്നും ഇങ്ങനെ പൊട്ടി വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മളത് എടുത്തോളണം. എന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ സോസുമായിട്ട്, സോയാ സോസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റ് ഒന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആകണം. വളരെ കൂടുതൽ വേണ്ട, എന്നാലും ഒന്ന് സോട്ടാകണം. അതുവരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് അണിയൻ ചേർത്തിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചില്ലി സോസാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ചില്ലി സോസ് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിത് കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 3 ടീസ്പൂൺ ടൊമാറ്റോ ചില്ലി സോസാണ് ഇപ്പോൾ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സ്വീറ്റുമായിരിക്കും. ഇതും കുറച്ച് സ്വീറ്റാണ്. സ്വീറ്റ് ടൊമാറ്റോ സോസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഉപ്പൊന്നും ചേർക്കാറില്ല, കാരണം സോസിനെല്ലാം നല്ല ഉപ്പുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് അടുത്ത പ്രോസസ്സ് തുടങ്ങാം. വേറൊരു പാൻ എടുത്ത് അത് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയിലും ചെയ്യാവുന്നതാണ്. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമേ ഇഞ്ചി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇഞ്ചി ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക്
സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു വലിയ സവാളയുടെ കുറച്ച് ഭാഗം നമ്മൾ സോസേജ് നമ്മൾ കുക്ക് ചെയ്തപ്പോഴേക്കും ചേർത്തായിരുന്നു. ഇനി ബാക്കിയുള്ള സവാളയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് എരിവിന് വേണ്ട പച്ചമുളകും കൂടി ചേർക്കുക. ഞാനൊരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് സവാള ഒരു പിങ്ക് കളറായി വരുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തുടരെ ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാവും റവയൊക്കെ. ആ സമയം വരെ, അതായത് 5 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കൈയെടുക്കാതെ ഫ്രൈ ചെയ്തതാണ് ഇളക്കി കൊടുത്ത്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചതാണ്. അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗീയും കൂടി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ വെള്ളം ചേർത്തത്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വെള്ളം ചേർക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. റവയെല്ലാം നനഞ്ഞതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ സ്ലോലി മിക്സ് ചെയ്താൽ മതി, കാരണം സ്റ്റൗ ഓഫ് ചെയ്തിട്ടേക്കണം. അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല. നമുക്ക് സാവധാനം ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് റവ വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 8 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇനിയാണ് ഞാൻ സ്റ്റൗവ് കത്തിക്കാൻ പോകുന്നത്. കത്തിച്ചതിന് ശേഷം മൂടി വെച്ച് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഏറ്റവും ചെറിയ ഫ്ലെയിം ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. എന്നിട്ട് 8 തൊട്ട് 10 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഞാനൊരു 5 മിനിറ്റ്സ് ആയപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അതായത് 10 മിനിറ്റ് വരെ ഇളക്കാതിരുന്നാൽ അടിഭാഗമൊക്കെ ഒരു മൊരിഞ്ഞ പോലെ ആയിപ്പോവും. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസേജിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. സോസേജും ക്യാരറ്റും സ്പ്രിംഗ് അണിയൻ എല്ലാം കൂടി സോസിൽ നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ, അത് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നല്ല ഒന്നാന്തരം ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ ഹെൽത്തിയുമാണ്, വളരെ ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികളൊക്കെ ഇത് വളരെ ഇഷ്ടത്തോടെ കഴിക്കും. സോസേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് മീൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. വളരെ യമ്മിയായിട്ടും സ്മൂത്തായിട്ടുമാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റാണ്, ടേസ്റ്റുമാണ്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. പിന്നെ മുതിർന്നവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇത് സ്പൈസി ആക്കാം. കുറച്ചുകൂടി എരിവുള്ള സോസൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ കുറച്ചുകൂടി സ്പൈസി ആയിട്ട് മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ സോസേജ് ഡിലൈറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് വീണ്ടും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ വലിയവർക്ക് വേണ്ടി നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷസും ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു.